അസ്സലാമലൈക്കും. നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ അഡീനിയത്തിൻ്റെ സ്റ്റമ്പൊക്കെ കട്ട് ചെയ്തിരുന്നു കേട്ടോ, പ്രൂണിങ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതാ ഈ ഒരു പ്ലാന്റ്സിൻ്റെയും വേറൊരു പ്ലാന്റിൻ്റെയും കൂടിയൊക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത കമ്പൊക്കെ നമുക്കൊന്ന് നട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പോട്ടി മിക്സിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് പെട്ടെന്ന് നമുക്ക് നല്ല തൈകളായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ കട്ടിങ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് രണ്ടായി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. ഇത്രയും നീളത്തിൽ കമ്പുകൾ നമ്മൾ തൈകളാക്കാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും നമ്മളൊരു കൈപ്പത്തിര വലിപ്പമുള്ള അത്രയും ചെറിയ ടൈപ്പ് ഇതാ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത്രയും വലിപ്പം മതി കേട്ടോ. കമ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയുക നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ കമ്പൊക്കെ കുത്തി വയ്ക്കുമ്പോഴേ അത് എന്താ പറയുക പിടിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു വലിപ്പം നമ്മൾ ഒരു കൈപ്പത്തിര അത്രയ്ക്ക് വലിപ്പത്തിൽ നമുക്ക് എല്ലാ കട്ടിങ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ലീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വിടണം കേട്ടോ. ഒരുപാട് ലീവ്സ് വെക്കേണ്ട. നമ്മൾ എങ്ങനെ ലീവ്സ് വെച്ചാലും ആ പ്ലാന്റ്സിൽ നിന്ന് എന്തായാലും ആ ഇലകൾ ഒരു എന്താ പറയുക ഒരു മഞ്ഞ നിറമൊക്കെ വന്ന് ആ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വെയിറ്റ് കുറഞ്ഞ രീതിയിൽ പ്ലാന്റ്സിനെ നിർത്താൻ. പിന്നെ പൂക്കളും ഒട്ടും ഞാൻ അതുമ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ, അത് കളയാൻ എനിക്കൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് സാഫ് ഉണ്ടല്ലോ, സാഫ് കുറച്ച് വെള്ളത്തിൽ ഒരു പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ കമ്പ് കട്ട് ചെയ്യുന്ന രണ്ട് വശവും നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. ഈ രണ്ട് ഭാഗത്തും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഭാഗത്തും നല്ലതുപോലെ തന്നെ ഡിപ്പ് ചെയ്ത് നമ്മളെല്ലാ കമ്പുകളും സാഫിൽ മുക്കിയെടുക്കണം കേട്ടോ. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമ്മളെ പ്ലാന്റ്സിന് ഫംഗസും എന്തെങ്കിലും ബാക്ടീരിയയുടെ പ്രോബ്ലംസ് വന്നിട്ട് നമ്മളെ പ്ലാന്റ്സിൻ്റെ ഈ കട്ടിങ്സ് എല്ലാം അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യല്ലേ. പിന്നെ ഞാനിവിടെ ചെറിയ പോട്ടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടീനും കട്ടിങ്ങും നമ്മളിത് പിടിപ്പിക്കാൻ മാത്രമാണല്ലോ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ച് ചെറിയൊരു പോട്ട് എടുക്കണതാണ് കേട്ടോ നല്ലത്. വലിയ പോട്ടിൽ വെക്കണേലും നല്ലത് ഇതുപോലത്തെ ചെറുതിലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് വേരൊക്കെ വന്നതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചകിരിച്ചോറും പെർലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്, പെർലൈറ്റും അതിന് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കണത് ഇതിലേക്ക് മണലാണ് കേട്ടോ. അപ്പോൾ മണൽ കുറച്ച് ചേർക്കണുള്ളൂ, ചകിരിച്ചോറാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെർലൈറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം വെള്ളത്തിൻ്റെ അംശങ്ങളും നമ്മൾ ഒഴിക്കുന്ന എന്തെങ്കിലും വെള്ളം കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിനെ തടയാൻ ഏറ്റവും നല്ലത് പെർലൈറ്റാണ് കേട്ടോ. വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മളെ വോട്ടിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചകിരിച്ചോറ് എടുക്കുക, അതുപോലെ തന്നെ പെർലൈറ്റ് എടുക്കുക. ചകിരിച്ചോറിൻ്റെ പകുതിയോളം മണൽ ചേർക്കുക കേട്ടോ. വേറെ ഗാർഡൻ സോയിലോ വളങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിതൊന്ന് നനച്ചു കൊടുക്കണം. ഓൾറെഡി നമ്മൾ കമ്പുകളിലൊക്കെ സാഫ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് കമ്പ് കുത്തി വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ ആദ്യം ഈ പോട്ടി മിക്സിയിൽ വെള്ളം നനച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച് അപ്പം തന്നെ വെക്കരുത്. അതുപോലെ കമ്പ് കുത്തി വെച്ചിട്ട് ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കമ്പ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മണ്ണുണ്ടല്ലോ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഒന്ന് ഡ്രൈ ആയി എന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ അതും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുത്തി ഒഴിക്കുക, വേറെ ഒന്നും ചെയ്യരുത്. നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് മണ്ണ് ഡ്രൈ ആയിരുന്നെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ നമ്മളെ പോട്ടി മിക്സൊക്കെ മിക്സ് ചെയ്ത പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതിലും വലുതിലൊക്കെ ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോട്ടി മിക്സ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. നമ്മൾ പ്ലാന്റ്സ് ആദ്യം വെച്ചിരുന്നതാണ് കേട്ടോ. ചില ഇലകളൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്